ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി ട്രാൻസ്ഫോംഡ് വെക്റ്റർ y ഈക്വൽ ടു cx where x is p variate normal distribution and c is a p by p matrix. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ? അപ്പം സി എന്ന് പറയുന്നത് നോൺ സിംഗുലർ ആയിട്ടുള്ള കേസിലെ കാര്യമാണ് നമ്മൾ പറയുക. സോ നമുക്ക് എക്സും സിയും അറിയാം. എക്സ് എന്ന് പറയുന്നത് കോളം വെക്റ്റർ, സി എന്ന് പറയുന്ന ഒരു പി ബൈ പി മെട്രിക്സ്. അങ്ങനെയാണെങ്കിൽ വൈ എന്ന് പറയുന്നത് നമുക്കൊരു കോളം വെക്റ്റർ ആയിട്ട് കിട്ടും. ഓക്കെ, ഫസ്റ്റ് റാൻഡം വേരിയബിൾ C11 x1 പ്ലസ് C12 x2 പ്ലസ് എക്സെട്ര പ്ലസ് C1p xp, അങ്ങനെ പി വേരിയബിൾസ് ആണ് നമുക്കുള്ളത്. അപ്പോൾ നമുക്ക് ട്രാൻസ്ഫോർമേഷൻ വരുന്നത് നമ്മൾ ജക്കോബിയൻ മെത്തേഡ് ഉപയോഗിച്ചാണ് ചെയ്യുക. സോ നമ്മുടെ ട്രാൻസ്ഫോംഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എഫ് വൈ ഓഫ് സ്മോൾ വൈ ആണ്. അപ്പം വെക്ടറിൻ്റെ ടേംസിലാണ് കേട്ടോ. അപ്പം ദാറ്റ് ഈസ് ദ ഡെൻസിറ്റി ഓഫ് എക്സ് ഇൻ ടേംസ് ഓഫ് വൈ ഇൻറ്റു ജക്കോബിയൻ. അപ്പം ജക്കോബിയൻ എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് ഓൾഡ് വേരിയബിൾ ബൈ ന്യൂ വേരിയബിൾ. ഓക്കെ, ഡെറിവേറ്റീവ് ഓഫ് ഓൾഡ് വേരിയബിൾ വിത്ത് റെസ്പെക്ട് ടു ന്യൂ വേരിയബിൾ ആണ് നമ്മുടെ ജക്കോബിയൻ എന്ന് പറയുന്നത്. അതിൻ്റെ മോഡുലസ് ആണ് എടുക്കേണ്ടത്. അപ്പം നമുക്കറിയാം വൈയുടെ വാല്യൂസ് നമുക്കറിയാം. ഓക്കെ, വൈ എന്താണ്? y1 എന്ന് പറയുന്നത് C11 x1 പ്ലസ് C12 x2 പ്ലസ് എക്സെട്ര പ്ലസ് C1p xp ആണ്. സോ ഡോ വൈ ബൈ ഡോ എക്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ഈ ഒരു ഫോർമുല ആണ് അപ്ലൈ ചെയ്യുക. എന്താണ്? അപ്പോൾ അതിൻ്റെ മോഡുലസ് വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ ഡിറ്റർമിനൻ്റ് ആണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഡിറ്റർമിനൻ്റിനുള്ളിൽ ഡോ y1 ബൈ ഡോ x1, നെക്സ്റ്റ് വാല്യൂ ഡോ y1 ബൈ ഡോ x2, ഡോ y1 ബൈ ഡോ xp എക്സെട്ര. ഓക്കെ, അപ്പം ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ മോഡുലസ് വാല്യൂ എടുത്ത് അതിൻ്റെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് PDF സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇവിടെ മോഡുലസ് ഓഫ് dy ബൈ dx എന്താണ്? ഡിറ്റർമിനൻ്റ് ഓഫ് ദ മെട്രിക്സ് സി. ഓക്കെ, ആ കോഎഫിഷ്യൻ്റ് മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ്. സോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. അപ്പം നമ്മുടെ y cx ആയതുകൊണ്ട് x എന്താണ്? c ഇൻവേഴ്സ് y. സോ നമ്മൾ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എക്സിന് പകരം c ഇൻവേഴ്സ് y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പിന്നെ ജക്കോബിയൻ 1 ബൈ ഡിറ്റർമിനൻറ്റ് c, അതായത് ഡിറ്റർമിനൻറ്റ് c റേസ് ടു -1. ഓക്കെ, ശരിയാണല്ലോ. നോക്കുക, ഇവിടെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എഴുതുമ്പം എക്സിന് പകരം c ഇൻവേഴ്സ് y എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പം അതിൽ ഡിറ്റർമിനൻ്റ് സി എന്ന് പറയുന്നത് നമുക്ക് സി ട്രാൻസ്പോസ് സിയുടെ ഡിറ്റർമിനൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പം എക്സ്പൊണൻ്റ് എന്ത് വരും? -1 എന്ന് പറയുന്നത് -1/2 വരും. എങ്ങനെയാണ് ഇത് വരിക? ഡിറ്റർമിനൻ്റ് ഓഫ് സി ട്രാൻസ്പോസ് സി -1/2 എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് പ്രൊഡക്റ്റ്, മെട്രിക്സിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഡിറ്റർമിനൻറ്റിനെ ഡിറ്റർമിനൻസിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാം. അപ്പം ഡിറ്റർമിനൻറ്റ് സി ട്രാൻസ്പോസ് റേസ് ടു -1/2 ഇൻറ്റു ഡിറ്റർമിനൻറ്റ് സി റേസ് ടു -1/2. അപ്പോൾ ഒരു മെട്രിക്സിൻ്റെയും അതിൻ്റെ ട്രാൻസ്പോസിൻ്റെയും ഡിറ്റർമിനൻറ്റ് സെയിം ആണ്. അതായത് സി ട്രാൻസ്പോസിൻ്റെയും സിയുടെയും ഡിറ്റർമിനൻറ്റ് സെയിം ആണ്. അപ്പോൾ നമുക്ക് ഡിറ്റർമിനൻറ്റ് ഓഫ് സി ട്രാൻസ്പോസ് റേസ് ടു -1/2 എങ്ങനെ എഴുതാം? ഡിറ്റർമിനൻറ്റ് ഓഫ് സി റേസ് ടു -1/2. അപ്പം സെയിം വാല്യൂ ആണ്. ഡിറ്റർമിനൻറ്റ് സി റേസ് ടു -1/2 ഇൻറ്റു ഡിറ്റർമിനൻറ്റ് സി റേസ് ടു -1/2. അപ്പോൾ കോഎഫിഷ്യൻ്റ് ആഡ് ചെയ്യുമ്പം ഡിറ്റർമിനൻറ്റ് സി റേസ് ടു -1. ഡിറ്റർമിനൻറ്റ് സി റേസ് ടു -1 ആണ്. ഓക്കെ, അപ്പം നമുക്കതിനെ അങ്ങനെ എഴുതി. ഇനി എന്താണ്? സി ട്രാൻസ്പോസ് സി ഇൻറ്റു ഡിറ്റർമിനൻറ്റ് സിഗ്മ. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും പവർ സെയിം ആണ്, -1/2. അപ്പം നമ്മളത് ഒന്നിച്ചെഴുതുമ്പോൾ എങ്ങനെയാവുന്നത്? സോ ഡിറ്റർമിനൻ്റ് -1/2 നമ്മൾ ഔട്ട്സൈഡ് എടുക്കുമ്പോൾ അതിലെ ടേംസ് ഇൻവേഴ്സ് വരും. അത് നിങ്ങൾ മെട്രിക്സിൻ്റെ മെട്രിക്സിൻ്റെ പ്രോപ്പർട്ടീസിൽ പഠിച്ചിട്ടുള്ളതാണ്. സോ ആ പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമുക്ക് സി ട്രാൻസ്പോസ് ഡിറ്റർമിനൻറ്റ് സി ട്രാൻസ്പോസ് ഡിറ്റർമിനൻറ്റ് സിഗ്മ ഡിറ്റർമിനൻറ്റ് സി റേസ് ടു -1/2 സി സിഗ്മ സി ട്രാൻസ്പോസ് റേസ് ടു -1/2 അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി എക്സ്പൊണൻറ്റിൻ്റെ ടേം നോക്കിക്കേ. അവിടെ നമ്മൾ സി ഇൻവേഴ്സ് ട്രാൻസ്പോസ് ഔട്ട്സൈഡ് എടുത്തു. സി ഇൻവേഴ്സ് y മൈനസ് മ്യൂ ട്രാൻസ്പോസിൽ നിന്ന് സി ഇൻവേഴ്സ് ട്രാൻസ്പോസ് ഔട്ട്സൈഡ് എടുത്തു. അപ്പോൾ അത് ലെഫ്റ്റ് സൈഡിലല്ല റൈറ്റ് സൈഡിലേക്ക് വരും. അതും
ഈ ട്രാൻസ്പോസിൻ്റെ പ്രോപ്പർട്ടിയാണ്. സോ സി ഇൻവേഴ്സ് ഔട്ട്സൈഡ് എടുക്കുമ്പം മ്യൂവിന് ഒരു സി വരും അല്ലേ. അതായത് സി ഇൻവേഴ്സ് വൈ മൈനസ് മ്യൂവിനെ നിങ്ങൾ സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ എന്താ വരിക, വൈ മൈനസ് സി മ്യൂ വരും. സോ അങ്ങനെയാണ് വന്നിരിക്കുക. വൈ മൈനസ് സി മ്യൂ ട്രാൻസ്പോസ് സി ഇൻവേഴ്സ് ട്രാൻസ്പോസ് ഔട്ട്സൈഡ് എടുത്തു, പിന്നെ സിഗ്മ ഇൻവേഴ്സ് ഇൻറ്റു പിന്നെ സി ട്രാൻസ്പോസ് അടുത്തിൽ നിന്നും ഔട്ട്സൈഡ് എടുക്കുമ്പോൾ അത് ലെഫ്റ്റ് സൈഡിൽ വരും. അപ്പോൾ സി ഇൻവേഴ്സ് ഇൻറ്റു വൈ മൈനസ് സി മ്യൂ. അപ്പം മ്യൂ എങ്ങനെയാണ് സി മ്യൂ ആയെന്ന് മനസ്സിലായല്ലോ. സി ഇൻവേഴ്സ് ഔട്ട്സൈഡ് എടുക്കുമ്പോഴാണ് മ്യൂ സി മ്യൂ ആകുന്നത്. അതിന് നിങ്ങൾ സി ഇൻവേഴ്സ് വൈ മൈനസ് മ്യൂവിനെ സി കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. സി ഇൻറ്റു സി ഇൻവേഴ്സ് ഐ ആകും, ദെൻ സി മ്യൂ ആകും. ഓക്കെ, അപ്പം നമുക്കിനി ഇതിനെ സി ഇൻവേഴ്സ് ട്രാൻസ്പോസ് സി ഇൻവേഴ്സിനെ നമുക്ക് ഒന്നിച്ചെഴുതാം. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി നമുക്ക് PDF ആയിട്ട് 2π raised to minus p by 2 determinant c sigma c transpose raised to minus 1 by 2 e raised to minus 1 by 2 into y minus c mu transpose c sigma c transpose all inverse into y minus c mu. Clear ആണല്ലോ എങ്ങനെ ഇത് വന്നതെന്ന്. So by the uniqueness theorem of density functions we can write the random vector y follows p variate normal distribution with mean and variance. എങ്ങനെ കണ്ടുപിടിക്കാം? സോ മീൻ എന്ന് പറയുന്നത് സി മ്യൂവും ദെൻ വേരിയൻസ് എന്ന് പറയുന്നത് സി സിഗ്മ സി ട്രാൻസ്പോസും. ഓക്കെ, അതാണ് വേരിയൻസ് മെട്രിക്സ് അല്ലെങ്കിൽ ഡിസ്പെർഷൻ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു നോൺ സിംഗുലർ ട്രാൻസ്ഫോർമേഷൻ സി എക്സ് ഉണ്ടെങ്കിൽ, അതായത് എക്സ് നമ്മൾക്കറിയാം മൾട്ടിവേരിയേറ്റ് നോർമൽ ആണ്, സി എന്ന് പറയുന്നത് ഒരു PYP സ്ക്വയർ മെട്രിക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു കോഎഫിഷ്യന്റ് മെട്രിക്സ് നമുക്കുണ്ടെങ്കിൽ സി എക്സ് എന്ന് പറയുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ഇത് നമ്മൾ പ്രോബ്ലത്തിലൊക്കെ അപ്ലൈ ചെയ്യുന്നതാണ്, നമുക്ക് പിന്നീടും ആവശ്യം വരുന്നതാണ് ഈ ഒരു കാര്യം. അപ്പോൾ ഇത് സി നോൺ സിംഗുലർ ആയിട്ടുള്ള കേസിലാണ് നമ്മളിത് പറഞ്ഞിരിക്കുന്നത്. സി സിംഗുലർ ആയിട്ടുള്ള കേസിൽ നമ്മളിത് ഡിറൈവ് ചെയ്തിട്ടില്ല. അപ്പം ഈ ഒരു പ്രോപ്പർട്ടി ഓർത്തിരിക്കുക. അപ്പം നിങ്ങൾക്ക് ഇന്ന് തന്നിരിക്കുന്ന നോട്ടിൽ ഈ സി സിഗ്മ സി ട്രാൻസ്പോസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഡിറൈവ് ചെയ്യുന്ന ഒരു ഡെറിവേഷന് കൂടി കിടപ്പുണ്ട്. ഇത് നിങ്ങൾ നോക്കുക. നമ്മൾ ആദ്യം പഠിച്ച ഡെറിവേഷൻ തന്നെ മതി, രണ്ടും ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ്റെ ഡെറിവേഷൻ തന്നെയാണ്. ഏതാണ് പഠിക്കുന്നതെങ്കിലും കുഴപ്പമില്ല. അപ്പം ഇത് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റുമെങ്കിൽ ഓർത്തിരിക്കുക. ഓക്കെ, ജസ്റ്റ് അതൊന്ന് നോക്കുക. അടുത്ത നമ്മൾ മൾട്ടിവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ്റെ അഡിറ്റീവ് പ്രോപ്പർട്ടിയാണ് പറയുന്നത്. അതായത് xi എന്ന് പറയുന്ന റാൻഡം വെക്ടറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ പിവേരിയേറ്റ് നോർമൽ വിത്ത് മീൻ വെക്ടർ മ്യൂ ഐ. അപ്പോൾ അതിൻ്റെ നൊട്ടേഷൻ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കണം. മ്യൂ ഐ എന്ന് പറയുന്നത് നമ്മൾ എക്സ്പൊണൻ്റ് ടേംസ് ആയിട്ടാണ് എഴുതുക. ഓക്കെ, മ്യൂ ഐ ആൻഡ് വേരിയൻസ് മെട്രിക്സ് അല്ലെങ്കിൽ ഡിസ്പെർഷൻ മെട്രിക്സ് സിഗ്മ ഐ. ഓക്കെ, അത് നമ്മൾ n സാമ്പിൾ വെക്ടേഴ്സ് കൺസിഡർ ചെയ്യുവാണ്. അങ്ങനെയാണെങ്കിൽ പുതിയൊരു റാൻഡം വെക്ടർ യു എന്ന് പറയുന്നത് എ ട്രാൻസ്പോസ് എക്സ്, അതായത് a1x1 പ്ലസ് a2x2 പ്ലസ് എക്സെട്ര പ്ലസ് an(xn). അപ്പം അഡിറ്റീവ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ സം പ്യുവർ സം നമുക്ക് കൺസിഡർ ചെയ്യണമെങ്കിൽ a(1) ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒരു കോഎഫിഷ്യൻ്റ് കൂടി കൺസിഡർ ചെയ്തൊരു ലീനിയർ കോമ്പിനേഷൻ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുക. സോ ഈ ഒരു യുവിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് പിവേരിയേറ്റ് നോർമൽ വിത്ത് മീൻ എന്ന് പറയുന്നത് എന്താണ്, സമ്മേഷൻ ഓവർ ഐ എ ഐ മ്യൂ ഐ, ആൻഡ് വേരിയൻസ് എന്ന് പറയുന്നത് സമ്മേഷൻ ഓവർ ഐ എ ഐ സ്ക്വയർ സിഗ്മ ഐ. അപ്പം ai(1) ആകുമ്പം ഇതിൻ്റെ സം ആണ് നമുക്ക് വരുന്നത്. xi എന്ന് പറയുന്ന റാൻഡം വെക്ടേഴ്സിൻ്റെ സം ആണ്. അപ്പം അങ്ങനെ ഒരു സമ്മിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, പിവേരിയേറ്റ് നോർമൽ വിത്ത് മീൻ സമ്മേഷൻ മ്യൂ ഐ ആൻഡ് വേരിയൻസ് സമ്മേഷൻ സിഗ്മ ഐ. ഇത് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ്. അപ്പം ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പം വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രൂഫാണ്. അപ്പം അതൊന്ന് ജസ്റ്റ് നോക്കുക. സോ യു എന്ന് പറയുന്ന പുതിയ റാൻഡം വെക്ടറിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പം ഫൈ യു ഓഫ് ടി മൾട്ടിവേരിയേറ്റ് നോർമലിൻ്റെ എഴുതുന്നത് പോലെ തന്നെ നമ്മൾ എഴുതി. അപ്പം നമ്മൾ എന്താണ് എക്സ്പെക്ടേഷൻ ഓഫ് ഇ റേസ് ടു ഐ ടി ട്രാൻസ്പോസ്
ഇൻറ്റു a1 x1 പ്ലസ് a2 x2 പ്ലസ് എക്സെട്ര പ്ലസ് an xn. ഓക്കെ, അപ്പം നമുക്ക് എക്സ്പോണൻ്റ് ആയതുകൊണ്ട് ഓരോന്നും പ്രൊഡക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പം പ്രൊഡക്റ്റിൻ്റെ എക്സൈസ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള റാൻഡം വേരിയബിൾസ് ആണ്. സോ നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് എ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് ദി എക്സ്പെക്ടേഷൻസ്, ദാറ്റ് ഈസ് പ്രൊഡക്റ്റ് ഓവർ j equal to 1 to n എക്സ്പെക്ടേഷൻ ഓഫ് e raised to i t ട്രാൻസ്പോസ് aj xj. അപ്പം നമുക്ക് t ട്രാൻസ്പോസ് aj എന്ന് പറയുന്ന അതൊരു പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് xjയുടെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ആയിട്ട് നമുക്കിത് കൺസിഡർ ചെയ്യാം. ദാറ്റ് ഈസ് 5xj ഓഫ് aj_t. ഓക്കെ, അതിൻ്റെ ട്രാൻസ്പോസ് ആണല്ലോ t ട്രാൻസ്പോസ് aj എന്ന് പറയുന്നത്. അതായത് xj എന്ന് പറയുന്നത് പി വേരിയേറ്റ് നോർമൽ വിത്ത് മീൻ മ്യൂ ആൻഡ് വേരിയൻസ് മെട്രിക്സ് സിഗ്മ. അപ്പം അതിൻ്റെ n ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻസിൻ്റെ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ യുവിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ആക്കി വരുന്നത് അറ്റ് ദ വേരിയബിൾ aj_t. അപ്പോൾ അത് നമുക്കറിയാം എന്താണ് xjയുടെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ എന്ന്. അപ്പോൾ അതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്താണ് ആൻസർ വരിക? സോ നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി പ്രൊഡക്റ്റ് ഇൻസൈഡ് എടുക്കുമ്പോൾ എന്താവും? എക്സ്പോണൻ്റ് ടേം വരുമ്പോൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സം ആയിട്ട് മാറും. ഓക്കെ, അപ്പം e raised to i t ഇൻറ്റു സമ്മേഷൻ ഓവർ j aj mu j മൈനസ് 1/2 t ട്രാൻസ്പോസ് സമ്മേഷൻ aj സ്ക്വയർ സിഗ്മ ജെ ഇൻറ്റു ടി. ഓക്കെ, ഒരു ഇൻറ്റു ടിയും കൂടെ ഉണ്ട്. സോ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ബൈ ദ യുണീക്നെസ് തിയറം ഓഫ് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ യു ഫോളോസ് പി വേരിയേറ്റ് നോർമൽ വിത്ത് മീൻ എന്ന് പറയുന്നത് സമ്മേഷൻ ഓവർ എ ജെ മ്യൂ ജെ, വേരിയൻസ് എന്താണ്? സമ്മേഷൻ ഓവർ എ ജെ സ്ക്വയർ സിഗ്മ ജെ. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് സാമ്പിൾ മീനിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ സാമ്പിൾ മീനിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കാണാൻ എന്ത് ചെയ്താൽ മതി? എ ഐസിന് നമ്മൾ 1/N സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ നമ്മുടെ കൊറോളറി നോക്കുക. എക്സൈസ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഐഡൻറ്റിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് പി വേരിയേറ്റ് നോർമൽ. ഐഡൻറ്റിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാത്തിൻ്റെയും മീനും വേരിയൻസും ഈക്വൽ ആണ്, മ്യൂവും സിഗ്മയും. അപ്പം എ ഐ എന്ന് പറയുന്നത് 1/N കൺസിഡർ ചെയ്താൽ എ ട്രാൻസ്പോസ് എക്സ് എന്താണ്? എക്സ് ബാർ. അപ്പം എക്സ് ബാറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് അറിയാൻ മീനിൻ്റെയും വേരിയൻസിൻ്റെയും ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം മീൻ എന്ത് കിട്ടി? മ്യൂവും വേരിയൻസ് എന്ന് പറയുന്നത് 1/N സിഗ്മയും. ഓക്കെ, അപ്പം കൊറോളറി നോക്കുക. ഇപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അത് ഈസി ആയതുകൊണ്ട് ഞാനത് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് വരുന്നത്. ഓക്കെ, പി വേരിയേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ അതിൻ്റെ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് വരിക? സോ നമ്മൾ മൾട്ടിവേരിയേറ്റ് നോർമലിൻ്റെ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ കാണാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഇതിനെ 2 സബ് വെക്ടർ ആയിട്ട് തിരിക്കാൻ പോവാണ്, x1ഉം x2. അപ്പം x1ൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 6. അതായത് x1 ഫസ്റ്റ് സബ് വെക്ടറിൽ നമുക്ക് 6 നമ്പർ ഓഫ് റാൻഡം വേരിയബിൾസ് ഉണ്ട്. ബാക്കി രണ്ടാമത്തെ സബ് വെക്ടറിൽ p-r നമ്പർ ഓഫ് റാൻഡം വെക്ടേഴ്സ് ഉണ്ട്. ക്ലിയർ ആണല്ലോ? ഏതൊക്കെയാണ്? xr+1, xr+2 എക്സെട്ര xp. ഓക്കെ, അപ്പം ഇത് നമുക്ക് കോൺസിക്വൻ്റ് ആയിട്ടുള്ള റാൻഡം വേരിയബിൾസ് വേണമെങ്കിൽ തിരിക്കാം, അല്ലെങ്കിൽ റാൻഡം ആയിട്ടുള്ള വേരിയബിൾസ് വേണമെങ്കിലും നമുക്ക് കൺസിഡർ ചെയ്യാം. അതായത് ഇപ്പം നമ്മുടെ p എന്ന് പറയുന്നത് 4 ആണ്. അതായത് x1, x2, x3, x4 ആണ് നമ്മുടെ നമ്പേഴ്സ് റാൻഡം വേരിയബിൾസ്. നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റ് റാൻഡം വെക്ടറായിട്ട് x1ഉം x2 വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ x1 മാത്രമായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പം x2 എന്ന് പറയുന്നത് രണ്ടാമത്തെ സബ് വെക്ടർ എന്ന് പറയുന്നത് x2, x3, x4. അല്ലാതാണെങ്കിൽ x1ഉം x4ഉം നമുക്ക് ഫസ്റ്റ് സബ് വെക്ടറായിട്ട് കൺസിഡർ ചെയ്യാം, x2ഉം x3യും കറസ്പോണ്ടിങ് രണ്ടാമത്തെ സബ് വെക്ടറായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പം എന്താണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഏതാണോ സബ് വെക്ടറായിട്ട് കൺസിഡർ ചെയ്ത് നമ്മൾ ഇതിനെ തിരിക്കുക, അതേപോലെ തന്നെ വേണം നമ്മൾ ഇതിൻ്റെ മീൻ വെക്ടറിനെയും ഡിവൈഡ് ചെയ്തെടുക്കാൻ. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഡിസ്പേർഷൻ മെട്രിക്സിനെയും ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് ആർ നമ്പർ ഓഫ് റാൻഡം വേരിയബിൾസ് ആണ് നമ്മുടെ ഫസ്റ്റ് സബ് വെക്ടർ. സെക്കൻഡ് p-r നമ്പർ ഓഫ് റാൻഡം വേരിയബിൾസ് ആണ് സെക്കൻഡ് സബ് വെക്ടർ. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് മീൻ വെക്ടറിനെ ഡിസ്പേർഷൻ മെട്രിക്സിനെ നമ്മൾ എങ്ങനെയാണ് പാർട്ടീഷൻ ചെയ്യുക? സോ എങ്ങനെയാണ് നമ്മൾ മീൻ വെക്ടറിനെയും
ഡിസ്പേർഷൻ മെട്രിക്സിനെയും പാർട്ടീഷൻ ചെയ്യുക. അപ്പോൾ ഡിസ്പേർഷൻ മെട്രിക്സിനെ നമ്മൾ 4 പോർഷനായിട്ടാണ് കൺസിഡർ ചെയ്യുക. എന്തൊക്കെയാണ്? x1ന്റെ വേരിയൻസ് മെട്രിക്സ് ആണ് σ11. ഓക്കെ, x2ന്റെ വേരിയൻസ് മെട്രിക്സ് ആണ് σ22. അപ്പം അതിൻ്റെ രണ്ടിൻ്റെ x1ൻ്റെയും x2ൻ്റെയും കൊവേരിയൻസ് ആണ് σ12 σ21 എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് പ്രോബ്ലം ഒക്കെ ചെയ്തു വരുമ്പം മനസ്സിലാവും. ഇപ്പോൾ ഇതിനെ പാർട്ടീഷൻ ചെയ്യുന്നത് മാത്രം ഓർത്തിരിക്കുക. നമ്മളിവിടെ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഡിറൈവ് ചെയ്യാൻ പോകുന്നത് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നമ്മളവിടെ ടി എന്ന് പറയുന്ന വേരിയബിൾ കൺസിഡർ ചെയ്തു. ഇപ്പോൾ 5x ഓഫ് ടി എന്ന് പറയുന്നത് 5x1 x2 ഓഫ് t1 t2. അപ്പം നമുക്കറിയാം മൾട്ടി വേരിയേറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ എന്താണെന്ന്. ഓക്കെ, അപ്പം നിങ്ങൾക്കത് ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പം എന്താണ് വരുന്നത് എന്ന് നോക്കാം. അപ്പം നമ്മുടെ e⁻t⁻μ ആണ് ഫസ്റ്റ് ടേം. അപ്പം t⁻ എന്ന് പറയുന്നത് t എന്ന് പറയുന്നത് t1 t2 ആണ്. അപ്പം അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പം എന്താണ്? കോളം വെക്റ്റർ റോ വെക്റ്റർ ആവും. മാത്രമല്ല t1 t2 എന്ന് പറയുന്നതും സബ് വെക്റ്റേഴ്സ് ആണ്. അപ്പോൾ അതിൻ്റെയും ട്രാൻസ്പോസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് റോ വെക്റ്റർ t1 ട്രാൻസ്പോസ് t2 ട്രാൻസ്പോസ് എന്ന് എഴുതിയിരിക്കുക. ഓക്കെ, അപ്പം ഇത് നമുക്ക് സം എടുക്കാൻ അറിയാം അല്ലേ? t1 ട്രാൻസ്പോസ് μ1 പ്ലസ് t2 ട്രാൻസ്പോസ് μ2 മൈനസ് 1/2 ഇൻറ്റു t1 ട്രാൻസ്പോസ് σ11 t1. അറിയാലോ അതെങ്ങനെയാണ് സം എടുക്കേണ്ടതെന്ന്. അങ്ങനെ നമുക്ക് 4 ടേംസ് ആണ് കിട്ടുക. വേരിയൻസിൻ്റെ ഭാഗത്ത് -1/2 കഴിഞ്ഞ് നമ്മൾ മെട്രിക്സിൻ്റെ സം എടുത്ത് കഴിയുമ്പം 4 ടേംസ് ആണ് നമുക്ക് കിട്ടുന്നത്. എന്തൊക്കെയാണ്? t1 ട്രാൻസ്പോസ് σ11 t1, t2 ട്രാൻസ്പോസ് σ21 t1, t1 ട്രാൻസ്പോസ് σ12 t2 ആൻഡ് t2 ട്രാൻസ്പോസ് σ22 t2. ഇനി എങ്ങനെയാണ് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ കൺസിഡർ ചെയ്യുക? സോ x1ൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ അറ്റ് ദ സബ് വെക്റ്റർ t1 എന്ന് പറയുന്നത് എന്താണ്? നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷനിൽ t2ന് 0 കൊടുക്കുമ്പം കിട്ടുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പം എന്താണ് കിട്ടുക? e⁻t1 ട്രാൻസ്പോസ് μ1 മൈനസ് 1/2 t1 ട്രാൻസ്പോസ് σ11 t1. അതായത് യുണീക്നെസ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് x1ൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ഇതിനകത്തുനിന്ന് എഴുതാൻ പറ്റും. എന്താണ് അപ്പോൾ x1ൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്? R വേരിയേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, അതായത് മൾട്ടിവേരിയേറ്റ് നോർമൽ വിത്ത് ഡയമെൻഷൻ R വരും. ആൻഡ് മീൻ വെക്റ്റർ μ1 ആൻഡ് ഡിസ്പേർഷൻ മെട്രിക്സ് എന്ന് പറയുന്നത് σ11. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് σ11 എന്ന് പറയുന്ന ഡിസ്പേർഷൻ മെട്രിക്സ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഇതേപോലെ തന്നെ x2ൻ്റെ കൺസിഡർ ചെയ്യുമ്പോൾ, അതായത് ജോയിൻ്റ് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷനിൽ t1ന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കിട്ടുന്നത്? x2 ഫോളോസ് മൾട്ടിവേരിയേറ്റ് നോർമൽ വിത്ത് ഡയമെൻഷൻ p മൈനസ് r, മീൻ വെക്റ്റർ μ2 ആൻഡ് ഡിസ്പേർഷൻ മെട്രിക്സ് σ22. അപ്പോൾ ഇതാണ് നമ്മുടെ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നമ്മുടെ റാൻഡം വേരിയബിൾസ് ഇൻഡിപെൻഡൻ്റ് ആണോ ഡിപ്പെൻഡൻ്റ് ആണോ ഒന്നും കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നതെന്നുള്ളത് വിഷയമല്ല. അപ്പം നമുക്ക് വേണമെങ്കിൽ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള വേരിയബിൾസ് അല്ലെങ്കിൽ റാൻഡം ആയിട്ട് എടുത്ത് ഡിവൈഡ് ചെയ്യാം. അതിൻ്റെ മീൻ വെക്റ്ററും ഡിസ്പേർഷൻ മെട്രിക്സും ആ ഒരു ഓർഡറിൽ തന്നെ ആയിരിക്കണം, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ ആയിരിക്കണം പാർട്ടീഷൻ ചെയ്യുന്നത്. ഓക്കെ, അത് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പം കുറച്ചുകൂടി ക്ലിയർ ആയിട്ടത് മനസ്സിലാവും. ഇനി നമുക്കുള്ളത് കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷനാണ്. അത് നമുക്ക് അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ എടുക്കാം. കുറച്ച് പ്രോപ്പർട്ടീസും കൂടെ പഠിച്ചാൽ മൾട്ടിവേരിയേറ്റ് നോർമലിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് തീരും. ഓക്കെ, താങ്ക് യു.